എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണത്. നമുക്ക് അദ്ദേഹത്തിന് വരുന്ന ഒരു മെസ്സേജുകളുടെ എണ്ണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിറന്നാളാവുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകളിൽ വരുന്ന ഒരു എണ്ണവും കമന്റും ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാലോ എന്തോരം ആളുകൾ അത് ഇത്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു ഈ ഒരു വരവ് എന്നുള്ളത്. അതിനിടയിൽ ഒരു ഇടവേള വന്നു. പക്ഷേ ആ ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണവും താങ്കൾ കേട്ട് കാണുമല്ലോ. കാത്തിരുന്നവർക്കെല്ലാം കോവിഡിന്റെ നന്ദി. സമയത്തല്ലാതെ ഈ കഴിഞ്ഞ 10-40 വർഷത്തിലധികമായിട്ട് അദ്ദേഹം ഇതുപോലൊരു ഇടവേള എടുത്തിട്ടേയില്ല. ഒരു സിനിമ കഴിയുന്നു, 5 ദിവസത്തിനകം അടുത്ത സിനിമ തുടങ്ങുന്നു, അങ്ങനെ ആയിരുന്നല്ലോ ഈ കണ്ട കാലം എത്രയും. അങ്ങനെ ഒരു 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 അവസ്ഥ വരികയും അതിനൊരു ഇടവേള വരികയും ഒക്കെ ചെയ്തത് ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജീവിക്കുന്നവർക്ക് ഇതും നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. അവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതും അതൊക്കെ കാണുന്നതും അതിന്റെ റിലീസുകൾ അന്വേഷിക്കുന്നതും ഒക്കെ. അപ്പൊ അതിന് പെട്ടെന്നൊരു കുറച്ചു നാളത്തെ ഒരു ഇടവേള ഉണ്ടായത് എല്ലാവരെയും പോലെ ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷെ അത് വളരെ സന്തോഷകരമായി അത് ഇന്ന് അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷനും കട്ടും കേട്ട് വന്നു തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇന്ന് ഹൈദരാബാദ് ഷെഡ്യൂളിലേക്ക് എത്തി. ഇനിയിപ്പോൾ UK-യിലും ഒരു ഷെഡ്യൂൾ കൂടി കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകും. ഇനി എത്ര ഭാഗമുണ്ട് ചിത്രീകരിച്ച് തീർക്കാൻ? അല്ല, UK-യിലെ ഷെഡ്യൂളും കൊണ്ട് ചിത്രം പൂർത്തീകരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ഇനി ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. തിരിച്ച് നാട്ടിൽ കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് എന്റെ അറിവ്. കൊച്ചിയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഈ സിനിമ നമുക്ക് 2025-ൽ തിയേറ്ററിൽ കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും മമ്മൂക്കയെ നേരിട്ട് പോയി കാണാം. പക്ഷെ നമ്മൾ തിയേറ്ററിൽ സ്ക്രീനിൽ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ വർഷം റിലീസ് ഉണ്ടാവുമോ? റിലീസ് പ്ലാൻ ചെയ്തിട്ടല്ല ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് തുടങ്ങിയത്. അത്ര ആർട്ടിസ്റ്റുകൾ അത്രയും വലിപ്പമുണ്ട് സിനിമയ്ക്ക്. അപ്പൊ അത് തീരലും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾക്കൊക്കെ അനുസരിച്ച് വഴിയെ റിലീസ് തീരുമാനിക്കുകയുള്ളൂ. അത് തീർന്നോളണമെന്നില്ല അതിന്റെ പരിപാടികൾ. എന്റെ ഒരു ഊഹമാണ്. അടുത്ത കൊല്ലം തുടക്കം ആയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെയും റിപ്പോർട്ടറിന്റെയും സ്നേഹാന്വേഷണം മമ്മൂക്കയെ വിളിക്കുമ്പോൾ അറിയിച്ചേക്കൂ. താങ്ക് യു. താങ്ക് യു.